ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗഭേദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭയകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ഭാഗവതം 11-ാമത്തെ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായമാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഈ ഭക്തിയുടെ ഏറ്റവും രഹസ്യമായ പ്രിയപ്പെട്ട ഭക്തനും നീ എൻ്റെ ദാസനും ഉത്തമ സുഹൃത്തുമാണല്ലോ, അതിനാൽ അതിരഹസ്യമായിരിക്കുന്ന സംഗതിയെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് 11-ാമത്തെ അധ്യായം സമർപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് 12-ാമത്തെ അധ്യായം ഭഗവാൻ വെളിപ്പെടുത്തുന്നത്. സകലവിധ ആസക്തികളെയും നശിപ്പിക്കുന്നതാണ് സത്സംഗം. യോഗം, സാഖ്യം, ധർമാചരണം, വേദപാരായണം, തപസ്, ത്യാഗം, വേദങ്ങളിലും സ്മൃതികളിലും പറഞ്ഞ പുണ്യകർമാനുഷ്ഠാനം, ദക്ഷിണ, ഏകാദശി മുതലായ വ്രതാനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ, മന്ത്രജപം, തീർത്ഥസ്നാനം, യമനിയമങ്ങൾ ഇവ കൊണ്ടൊന്നും സത്സംഗം കൊണ്ടെന്ന പോലെ ഈശ്വരനായിരിക്കുന്ന എന്നെ അത്ര സുഗമമായിട്ട് പ്രാപിക്കാൻ സാധിക്കില്ല. അതായത് സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, അവർ തമ്മിലുള്ള സംശയ നിവാരണം, ഇല്ലെങ്കിൽ അവരിലൂടെ നേടുന്ന ജ്ഞാനമാണ്, അനുഭവജ്ഞാനത്തിലൂടെ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഏറ്റവും സത്സംഗത്തിലൂടെ കിട്ടുന്ന യഥാർത്ഥ ജ്ഞാനം. പുസ്തകങ്ങളിൽ നിന്നും മറ്റ് കർമ്മങ്ങളിൽ നിന്നും കിട്ടില്ല എന്നാണ് ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. രജോ ഗുണ തമോ ഗുണ പ്രധാനികളായിരിക്കുന്ന അസുരന്മാർ, രാക്ഷസന്മാർ, മൃഗങ്ങൾ, പക്ഷികൾ, ഗന്ധർവന്മാർ, അപ്സരസുകൾ, നാഗങ്ങൾ, സിദ്ധന്മാർ, ചാരണന്മാർ, യക്ഷന്മാർ, വിദ്യാധരന്മാർ, മനുഷ്യരിൽ വൈശ്യർ, ശൂദ്ര, സ്ത്രീകൾ, ചണ്ടാളന്മാർ മുതലായ ഈശ്വരപ്രാപ്തിക്ക് സ്വതേ അർഹതയില്ലാത്തവർക്ക് കൂടി സത്സംഗത്തിൻ്റെ പ്രഭാവത്തിൽ മുക്തനായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാപയോനികളിൽ ജനിച്ചിരിക്കുന്ന ആരാണെങ്കിലും എന്നെ പ്രാപിക്കാൻ അർഹതയുണ്ടെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ അർഹത ഒരിക്കലും യോഗ്യതയല്ല എന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ആ യോഗ്യത നേടുന്നതിന് മറ്റു മാർഗങ്ങളിൽ പല മാർഗങ്ങളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠം സത്സംഗമാണെന്നാണ് ഭഗവാൻ ഇവിടെ രഹസ്യമായിട്ട് തന്നെ പറയുന്നത്. കാരണം സജ്ജനങ്ങളായുള്ള സമ്പർക്കം ഉണ്ടായാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രഭാവം മുക്തിക്ക് കാരണമായിത്തീരും. അതും സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതയും അഹതോ ഭയാൻ. ചിലപ്പോൾ ആ സത്സംഗത്തിലൂടെ ഒരു സജ്ജനത്തിൽ നിന്ന് കിട്ടുന്ന ഒരൊറ്റ വാക്ക് മതി നമ്മുടെയൊക്കെ ജീവിതം മറിച്ച് തിരിക്കാൻ എന്നർത്ഥം. ഇതുവരെ പോയിരുന്ന ഭൗതികതയെ രമിച്ച് നടന്നവരൊക്കെ പെട്ടെന്ന് തന്നെ ആധ്യാത്മിക മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ശ്രവണമാണ് ഭക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് പറയാം. അപ്പോൾ സജ്ജനങ്ങളിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവത്തിലൂടെ നേടിയിരിക്കുന്ന ജ്ഞാനത്തെപ്പറ്റി നമുക്ക് പ്രാക്ടിക്കൽ തലത്തിൽ, പ്രായോഗിക തലത്തിൽ പറഞ്ഞു തരുമ്പം അത് നേരിട്ട് മുഖത്ത് നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശ്രേഷ്ഠത അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമുക്ക് മാറ്റം ഉണ്ടാക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം. നിർമോഹത്തിൽ നിന്നും നമുക്ക് നിശ്ചല തത്വത്തെ മനസ്സിലായും അത് നമ്മളെ ജീവൻ മുക്തിയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ ഈ ജീവൻ മുക്ത ഭാവം നമ്മൾ അനുഭവിച്ചറിയണം എന്നതാണ് സത്യം. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ചിലരെ വൃത്താസുരൻ, പ്രഹ്ലാദൻ, വൃഷപർവ, മഹാബലി, ബാണൻ, മയൻ എന്നീ അസുരന്മാരായിരുന്നു. അവരെ തമോ ഗുണപ്രധാനികളായിരിക്കുന്ന രജോ ഗുണത്തിൻ്റെ ആധിക്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നവരാണ് ഇവരെ എടുത്തു പറയുന്നു. അതായത് ജന്മം കൊണ്ട് തന്നെ ഇവരൊക്കെ അസുര ജന്മമാണ്. വൃത്രാസുരൻ അതെ, പ്രഹ്ലാദൻ അസുര കുലത്തിൽ ജനിച്ചതാണ്. വൃഷപർവാവ്, പിന്നെ മഹാബലി, ബാണൻ, മയൻ എന്നിവർ അസുര കുലത്തിൽ ജനിച്ച അസുര സ്വഭാവത്തോടു കൂടിയവരായിരുന്നു. വിഭീഷണൻ രാക്ഷസനായിരുന്നു. സുഗ്രീവൻ, ഹനുമാൻ, ജാംബവാൻ, ഗജേന്ദ്രൻ മുതലായവർ മൃഗങ്ങളായിരുന്നു. അതായത് മൃഗജന്മം സിദ്ധിച്ചവരായിരുന്നു സുഗ്രീവൻ, ഹനുമാൻ, ജാംബവാൻ, ഗജേന്ദ്രൻ മുതലായവർ.
അവർ മൃഗജന്മമായിരുന്നു. ജഡായു സമ്പാദിയും കഴുകന്മാരായിരുന്നു. തുലാധരൻ വൈശ്യനായിരുന്നു. ധർമ്മവ്യാധൻ കാട്ടാളനായിരുന്നു. പിന്നെയും ഭഗവാൻ പറയുന്നു, മഥുരയിലെ കുറുക്കൂട്ടുകാരി കുബ്ജ, അമ്പാടിയിലെ ഗോപികമാർ, യാഗം ചെയ്തിരുന്ന ബ്രാഹ്മണരുടെ പത്നിമാർ, ഇവരെല്ലാം സ്ത്രീകളായിരുന്നു. അവർ വേദം പഠിക്കുകയോ ഗുരുകുല വാസം ചെയ്യുകയോ വ്രതങ്ങളോ തപസ്സോ അനുഷ്ഠിക്കുകയോ ഉണ്ടായിട്ടില്ല. ഗോപികളും വൃന്ദാവനത്തിലെ പശുക്കളും നളകുബേര മണിഗ്രീവന്മാരായിരുന്നു. നീർമാരതങ്ങളായിട്ടും വൃക്ഷങ്ങളായിട്ടും പറഞ്ഞു. മാനുകളും മൂഢബുദ്ധികളായിരിക്കുന്ന കാളിയൻ, പാമ്പായിട്ട് ജനിച്ച മുതലായ നാഗങ്ങളുമെല്ലാം സത്സംഗത്തിലുണ്ടായ ഭക്തി കൊണ്ട് ഒന്നു മാത്രമാണ് അവർ മുക്തരായി തീർന്നത്. യോഗം, സാഖ്യം, വേദപാരായണം, സന്യാസം ഇവ കൊണ്ടുപോലും വളരെ ഒക്കെ യത്നിച്ചാലും പ്രാപിക്കാൻ പ്രയാസമായിരിക്കുന്ന എന്നെയാണ് അവർ സത്സംഗത്തിലൂടെ ആശ്രയിച്ച് വളരെ വേഗത്തിൽ മുക്തരായത്. അപ്പം ഭഗവാന്റെ ജീവിതത്തിൽ തന്നെ ഭഗവാൻ ആർക്കൊക്കെ മുക്തി കൊടുത്തു എന്ന്, അതായത് 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജനിച്ചാൽ പോലും അതിൽ മനുഷ്യജന്മത്തിൽ, അസുരജന്മത്തിലെ ഇല്ലെങ്കിൽ ദേവന്മാരായാലും ഈ ഭഗവാനുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്ന് ഈ പറയുന്ന സൃഷ്ടിയിലുള്ള ഭഗവാനെ ആശ്രയിച്ചവർക്കെല്ലാം തന്നെ അസുരജന്മമായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, വൈശ്യരായിക്കോട്ടെ, ശൂദ്രരായിക്കോട്ടെ, പക്ഷിമൃഗാദികളായിക്കോട്ടെ, സസ്യലതാദികളായിക്കോട്ടെ, ഇങ്ങനെയുള്ള ജന്മങ്ങൾക്ക് പോലും എന്നിൽ നിന്ന്, അതായത് എന്നെ തന്നെ നേരിട്ട് ആശ്രയിച്ചവർക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച 90 അധ്യായത്തിലൂടെ പഠിച്ച ഭഗവാനുമായിട്ട് സത്സംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാണിക്ക് വരെ ഭഗവാനുമായിട്ട് സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മുക്തിമാർഗം തെളിഞ്ഞിട്ടുണ്ടെന്ന്. ഈ സത്സംഗത്തിൻ്റെ മഹിമയാണ് ഇവിടെ ഭഗവാൻ വെളിപ്പ്. ഇതാണ് ഏറ്റവും വലിയ രഹസ്യം. അപ്പോൾ നമ്മൾ കലിയുഗത്തിൽ ഈ പറയുന്ന ശാസ്ത്രപാരായണം, വേദോച്ചാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊട്ടിക്കേഷിച്ച് ഒരുപാട് നമ്മൾ പ്രയത്നിക്കുന്നുണ്ട് ജീവിതകാലം മുഴുവൻ. പക്ഷേ ഇതിലും ശ്രേഷ്ഠം തത്വദർശികളായിട്ടുള്ള സത്സംഗം ലഭിച്ചാൽ, തത്വദർശികളുമായിട്ട് സത്സംഗമുണ്ടായാൽ അത് പെട്ടെന്ന് മുക്തിക്ക് ക്ഷിപ്രസാധ്യമായിരിക്കുന്ന ഒരു മാർഗം തെളിയിച്ചു തരുന്നതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അത് ഏത് ജന്മമായാലും വേണ്ടില്ല. ഇവിടെ നമ്മൾ വകതിരിച്ച് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് ഉദാഹരണ സഹിതം. അതായത് വൃത്താസുരൻ, പ്രഹ്ലാദൻ, വൃഷപർവാപ, മഹാബലി, ബാണൻ മുതലായവർ അസുരജന്മമായിരുന്നു. പിന്നെ വിഭീഷണൻ, രാക്ഷസൻ മുതലായവർ രാക്ഷസ ജന്മമായിരുന്നു. സുഗ്രീവൻ, ഹനുമാൻ, ജാമ്പവൻ, ഗജേന്ദ്രൻ മുതലായ മൃഗങ്ങളായിരുന്നു. ഹനുമാൻ അടക്കം ഇവിടെ എടുത്തു പറയാണ്. പിന്നെ ജഡായു, സമ്പാദി കഴുകന്മാരായിരുന്നു, അത് പക്ഷിയായിരുന്നു. പിന്നെ തുലാധരൻ വൈശ്യനും ധർമ്മവ്യാധൻ കാട്ടാളനായിരുന്നു. മധുരയിലെ കുറുക്കൂട്ടുകാരി, അമ്പാടിയിലെ ഗോപികമാർ, യാഗം ചെയ്തിരുന്ന ബ്രാഹ്മണരുടെ ഭക്തിമാർ, ഇവരൊക്കെ സ്ത്രീകളായിരുന്നു. അവർ വേദം പഠിക്കുകയോ ഗുരുകുലവാസം ചെയ്യുകയോ വ്രതങ്ങളോ തപസ്സോ അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടില്ല. ഈ വക ശാസ്ത്രപാരായണങ്ങളൊന്നും കണ്ടിട്ടില്ല. ഒരു സപ്താഹവും അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്നിട്ടും ഭഗവാനിൽ നിന്ന് നേരിട്ട് അവർക്ക് സത്സംഗമുണ്ടായതുകൊണ്ട് അവർക്ക് മോക്ഷം കിട്ടിയെന്നാണ് ഭഗവാൻ ഇവിടെ എടുത്ത് പറയുന്നത്. അതേപോലെ ഗോപികളും വൃന്ദാവനത്തിലെ പശുക്കളും നളകുബേര മണിഗ്രീവന്മാർ, അതായത് പശുക്കളായിരുന്നവരെ, പിന്നെ വൃക്ഷങ്ങളായിട്ട് പിറന്ന മണിഗ്രീവന്മാരെ, അവർ ഗന്ധർവന്മാരായിരുന്നു. എന്നിട്ട് ശാപം കൊണ്ട് വൃക്ഷങ്ങളായിട്ട് മാറി. പിന്നെ മാനുകൾ, മൂഢബുദ്ധികളായിരിക്കുന്ന കാളിയൻ, നാഗം, സർപ്പമായിട്ട് ജനിച്ചത്. പിന്നെ അവരും സത്സംഗത്തിലൂടെ ഉണ്ടായ ഭക്തി കൊണ്ട് മാത്രം മുക്തരായവരാണ്. യോഗം, സാഖ്യം, വേദപാരായണം, സന്യാസം ഇവ കൊണ്ട് പോലും വളരെയേറെ യത്നിച്ചാൽ പോലും പ്രാപിക്കാൻ പ്രയാസമുള്ളതായ ജീവൻ മുക്തി എന്ന് പറയുന്നത് എന്നെയാണ് അവർക്ക് സത്സംഗത്തിനായി അവസരം കിട്ടിയത്. അവർ എൻ്റെ സത്സംഗത്തിലൂടെ തന്നെ ആശ്രയിച്ച് മുക്തി നേടി. ശിശുപാലനെ പോലെയുള്ളവരൊക്കെ ഭഗവാന്റെ പ്രത്യക്ഷം അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നോക്കി നിൽക്കെ തന്നെ ഭഗവാനിലേക്ക് മുക്തിയില്ല. ഭഗവാനെ കുറ്റം പറഞ്ഞ് ഈ ഭഗവാന്റെ ശത്രുവായിട്ട് ഭാവത്തിൽ വർത്തിച്ചിരുന്ന ആളാണ്.
അതുകൊണ്ട് ഇതൊക്കെ ഭഗവാൻ പ്രത്യേകം എടുത്തു പറയുന്നു. വീണ്ടും പറയുന്നു, അക്രൂരനോടൊന്നിച്ച് ഞാൻ മധുരയിലേക്ക് പോയതോടെ എന്നെ ഗാഠമായി സ്നേഹിച്ചിരുന്ന ഗോപികൾ എൻ്റെ വിരഹം കൊണ്ട് ഉണ്ടായ തീവ്ര ദുഃഖത്താൽ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തു പോലും അവരെ സുഖിപ്പിക്കാൻ തക്കതായിട്ട് കണ്ടതുമില്ല. പ്രിയതമനായിരിക്കുന്ന ഞാനൊന്നിച്ച് രാസക്രീഡയിൽ ഓരോ നിമിഷം പോലും അനുഭവപ്പെട്ടിരുന്ന രാത്രികൾ ഞാൻ സമീപത്ത് ഇല്ലാത്തതിനാൽ പിന്നീട് കൽപ്പകാലം പോലെ നീണ്ടവയായിട്ടാണ് അവർക്ക് തോന്നിയത്. മുനിമാർ സമാധിയിൽ അവരുടെ വ്യക്തിത്വത്തെ സമ്പൂർണമായിട്ട് വിസ്മയിക്കാറില്ലേ? സമുദ്രത്തിൽ എത്തിച്ചേരുന്ന നദികൾ സ്വന്തം പേരും ആകൃതിയും വിട്ട് സമുദ്രത്തെ വിലയിച്ച് ചേരുന്നില്ലേ? അതുപോലെയാണ് മനസ്സ് എന്നിൽ ദൃഢമായി ഉറച്ച് ഗോപികമാർ തങ്ങൾ ഇന്ന ഗോപികളാണെന്ന് ഭാവം പോലും മറന്ന് പരമാത്മാവായ എന്നിൽ തന്മയീഭാവം പ്രാപിച്ചത്. അവരിൽ മിക്കപേർക്കും എൻ്റെ പരമാർത്ഥ സ്വരൂപം അറിയുമായിരുന്നുമില്ല. അവർ സ്നേഹിച്ചത് കൃഷ്ണനെയാണെങ്കിലും പ്രാപിച്ചത് ബ്രഹ്മത്തെയാണ്. അത് പരബ്രഹ്മൂർത്തിയായിരിക്കുന്ന കൃഷ്ണനെ സ്നേഹിച്ചവർ ബ്രഹ്മത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നു എന്നർത്ഥം. കാരണം സമുദ്രം തിരമാലയായിട്ട് തോന്നപ്പെടുന്ന പോലെ ബ്രഹ്മം തന്നെ ആണ് കൃഷ്ണനായി വിളങ്ങുന്നത്. തിരമാലയെ പ്രാപിക്കുന്ന നദിയും എത്തിച്ചേരുന്ന സമുദ്രത്തിലാണല്ലോ. അതിനാൽ കൃഷ്ണന്റെ ഭാവത്തിൽ നാം സ്മരിച്ചാൽ പോലും എത്തിച്ചേരുന്ന പരബ്രഹ്മൂർത്തിയായിരിക്കുന്ന ആ ബ്രഹ്മത്തിലേക്ക് തന്നെയാണ്. അതിനാൽ ഉദ്ധവ, അങ്ങ് വേദങ്ങളിലും സ്മൃതികളിലും നിർദ്ദേശിച്ചിരിക്കുന്ന ധർമ്മങ്ങളെയും മനഃശുദ്ധി കൊണ്ടുള്ള വൃത്തിധർമ്മങ്ങളെയും മനസ്സടങ്ങാനുള്ള നിവൃത്തി ധർമ്മത്തെയും ഇതുവരെ കേട്ടതിനെയും ഇനി കേൾക്കണമെന്ന ആഗ്രഹത്തെയും ഉപേക്ഷിച്ച് ആത്മസ്വരൂപേണ വിളങ്ങുന്ന എന്നെ സർവാത്മനാ ശരണം പ്രാപിക്കൂ. എന്നാൽ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും അങ്ങയ്ക്ക് എന്നേക്കുമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ അവർ മുക്തി നേടിയതുപോലെ അതേപടി അതേ മാർഗത്തിൽ അതേ ഭാവത്തിൽ ഒരുപക്ഷെ നമുക്കാർക്കും എത്താൻ സാധിക്കില്ല, ഉദ്ധവന് പോലും സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ അത് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് സമർത്ഥിച്ചിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഉദ്ധവ, അങ്ങ് ഈ വേദങ്ങളിലും സ്മൃതികളിലും നിർദ്ദേശിച്ചിരിക്കുന്ന ധർമ്മങ്ങളെയും മനഃശുദ്ധി കൊണ്ടുള്ള പ്രവൃത്തി ധർമ്മങ്ങളത്തെയും മനസ്സടങ്ങാനുള്ള നിവർത്തി ധർമ്മത്തെയും ഇതുവരെ കേട്ടതിനെയും ഇനി കേൾക്കണമെന്ന ആഗ്രഹത്തെയും കൂടെ ഉപേക്ഷിക്കാം. അതായത് ഇതുവരെ കേട്ട കാര്യങ്ങളും ഇനി കേൾക്കണമെന്ന ആഗ്രഹത്തെയും ഉപേക്ഷിച്ച് ആത്മസ്വരൂപേണ വിളങ്ങുന്ന എന്നെ തന്നെ സർവാത്മനാ ശരണം പ്രാപിക്കൂ. എന്നാൽ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും അങ്ങക്ക് എന്നേക്കുമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പം നമ്മൾ ഈ പഠിത്തം എന്ന് പറയുന്നത് നമുക്ക് പരമമായതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രക്രിയകളും പ്രയത്നങ്ങളും ഒക്കെ ഉപേക്ഷിക്കാൻ തന്നെ ഭഗവാനാണ്. ആത്മസ്വരൂപേണ അല്ലെങ്കിൽ ഭഗവാനിലേക്ക് മോക്ഷം പ്രാപിക്കണമെന്ന ആഗ്രഹത്തെയും ഇനി എന്തെങ്കിലും അറിയണമെന്നുള്ള ആഗ്രഹത്തെയും കൂടെ ഉപേക്ഷിക്കുക. എന്നിട്ട് ഭഗവാനെ തന്നെ അനന്യമായിട്ട് സർവാത്മനാ ശരണം പ്രാപിക്കും. എന്നാൽ എല്ലാവിധ സംശയങ്ങളിൽ നിന്നും എല്ലാവിധ ഭയങ്ങളിൽ നിന്നും മുക്തനായി രക്ഷപ്പെടാനും സാധിക്കും. ഉപദേശം ആരംഭിച്ചപ്പോൾ വർണ്ണാശ്രമ ധർമ്മങ്ങളെ ആചരിക്കാനാണല്ലോ അവിടുന്ന് ഉപദേശിച്ചത്. ഇത്രയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ ഈ ജിജ്ഞാസു ആയിരിക്കുന്ന ആൾക്ക് വീണ്ടും സംശയം ഉണ്ടാകും. അപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ്, ഉപദേശം ആരംഭിച്ചപ്പോൾ അങ്ങ് വർണ്ണാശ്രമ ധർമ്മങ്ങളെ ആചരിക്കാനാണല്ലോ അവിടുന്ന് ഉപദേശിച്ചത്. ഇപ്പോൾ ധർമാധർമ്മങ്ങളെ ഉപേക്ഷിച്ച് ഈശ്വര ശരണാഗതി അടയാനും പറയുന്നു. ഇതിലേതാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത് എന്ന വിഷയത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്തതിനാൽ എൻ്റെ സംശയം തീരുന്നില്ല. സംശയം തീർത്ത് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. ഇപ്രകാരമുള്ള ഉദ്ധവൻ്റെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് ഭഗവാൻ മറുപടി പറയുന്നു. മനഃശുദ്ധിക്ക് വേണ്ടിയാണ് ആദ്യം ധർമ്മം ആചരിക്കാൻ പറഞ്ഞത്. ശുദ്ധമായി തീർന്ന മനസ്സ് ആത്മാവിൽ അടങ്ങണമെങ്കിൽ ശരീരമാണ് താനെന്ന തോന്നലില്ലാതാവണം. ധർമാധർമ്മങ്ങൾക്ക് അതീതനായി തീർന്നാലേ ശരീരാഭിമാനം നീങ്ങൂ. അതാണ് മനഃശുദ്ധിക്ക് വന്ന ശേഷം ധർമ്മത്തെയും അധർമ്മത്തെയും ഉപേക്ഷിക്കാൻ പറഞ്ഞത്. ധർമാചരണത്താൽ ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ട് വിചാരം ചെയ്യുകയാണെങ്കിൽ ആത്മാവ് തന്നെയാണ് പ്രപഞ്ചകാരേണ വിളങ്ങുന്നതെന്ന ബോധ്യം വരും. അതോടെ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ച ആത്മസ്വരൂപനായി തീരാനും കഴിയും. ഈ ആശയത്തെ ഉള്ളിലിരുത്തിക്കൊണ്ടാണ്
ഭഗവാൻ ഉദ്ധവൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നത്. അതായത് ഭഗവാൻ ഇവിടെ പറഞ്ഞു സർവധർമാൻ പരിത്യജ. ഗീതയിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ ഉദ്ധവനോട് പറഞ്ഞത്. അതായത് ഇതുവരെ ചെയ്ത കാര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ തന്നെ ശരണം പ്രാപിക്കും. അപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവുകളോ കൂടുതലോ ഉണ്ടെങ്കിൽ അഹം ത്വാ സർവ്വപാപേഭ്യോ മോക്ഷിഷ്യാമി മാ ശുച എന്ന രഹസ്യത്തെ ഇവിടെ ഉദ്ധവ ഉപദേശത്തിലും ഭഗവാൻ പറയുകയാണ്. പക്ഷേ ഈ സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൂടെ സത്സംഗത്തിൽ കഴിഞ്ഞ ഉദ്ധവന് പോലും ആ പരമമായതിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സംശയങ്ങൾ വീണ്ടും തീരാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇത് സാധാരണ മനുഷ്യൻ്റെ സ്വഭാവമാണ്. എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും വേണ്ട, വീണ്ടും സംശയം ബാക്കി. അപ്പോൾ ഭഗവാൻ ഇത്രയൊക്കെ ഉപദേശം ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മ വെച്ചുകൊണ്ട് ഉദ്ധവർ പോയിക്കാണ്. വർണ്ണാശ്രമ ധർമ്മങ്ങളെ ആചരിക്കാനാണല്ലോ അവിടുന്ന് ആദ്യം ഉപദേശിച്ചത്. ഇപ്പോൾ ധർമാധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈശ്വര ശരണാഗതി അടയാനും പറയുന്നു. ഇതിൽ ഏതാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത്? കാരണം ഒന്ന് തുടങ്ങി വെച്ചോ അത് മുഴുവനായിട്ടില്ല എന്നാ ഒരു വിചാരം. ഭഗവാൻ ഇതൊക്കെ പറഞ്ഞാലും ഈ ഒരു ഘട്ടത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുക എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സഹസ്രനാമം ദിവസവും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഭഗവാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് നമ്മൾ ഇതും ത്യജിക്കണം. ഇതെല്ലാം ത്യജിച്ചിട്ട് പരമമായതിനെ മാത്രം ആശ്രയിക്കണം. പക്ഷേ നമ്മുടെ ബാക്കിയുള്ള വാസനകളൊക്കെ വിട്ടിട്ട് ഈ ജപവും തപവും ക്ഷേത്രദർശനവും ഇങ്ങനെയുള്ള പാരായണങ്ങളൊക്കെ വാസനാബലം പ്രാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് ഇതങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കാൻ പറഞ്ഞാൽ അത് അത്ര എളുപ്പമാണോ എന്ന് നമുക്ക് തന്നെ തോന്നും. അതാണ് പ്രശ്നം. അപ്പോൾ സാധാരണക്കാർക്കുണ്ടാവും ഇത് പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ദിവസവും ഗീത വായിക്കുന്നുണ്ട്, അല്ലെ ഭാഗവതം വായിക്കുന്നുണ്ട്, സഹസ്രനാമം ജപിക്കുന്നുണ്ട്, ഇതിലൂടെ നമ്മൾ മോക്ഷം പ്രാപിക്കാം എന്നുള്ള ആ ഒരു ജിജ്ഞാസ കൊണ്ടാണ്, ഇല്ലെങ്കിൽ അതൊക്കെ ഇതിന് ഉതകുന്നതാണെന്നുള്ള ധാരണയിലാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജന്മവാസന ബലം വന്നു. ഇനി പെട്ടെന്ന് ഇത് ഉപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ പ്രാപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധിക്കുമോ? അത് സാധ്യമില്ല. അത് കാരണം ഒരു ദിവസം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഒരു ദിവസം ജപിച്ചില്ലേ നമുക്ക് അത് തന്നെ ദുഃഖ കാരണമില്ലേ, വിഷമമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് അതിൽ നിന്ന് മുക്തി നേടുക? അപ്പോൾ ഭഗവാൻ ഇതെല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ് ഉദ്ധവരുടെ പിന്നെയും സംശയം. ഉപദേശം ആരംഭിച്ചപ്പോൾ ഈ പറയുന്ന ധർമ്മങ്ങൾ, അപ്പം ഭഗവാൻ ഇവിടെ പറയുകയാണ്, അതിന് ഉത്തരമായിട്ട് പറയുകയാണ്, എൻ്റെ സംശയം അതുകൊണ്ടും തീരുന്നില്ല. സംശയം തീർത്ത് അവിടുന്ന് തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇപ്പം, അതാണ് ചോദിക്കണത്. അങ്ങ് കുറച്ച് പറഞ്ഞു, അത് ചെയ്യണം ഇത് ചെയ്യണം, അനുഷ്ഠാനങ്ങളെ പറ്റി പറഞ്ഞു, വർണ്ണാശ്രമ ധർമ്മങ്ങളെ പറ്റി പറഞ്ഞു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് അത് വിടാനും പറ്റില്ല. എന്നാൽ അങ്ങ് ഇപ്പം പറയുന്നു ഈ ധർമാധർമ്മങ്ങളെ മുഴുവൻ, ഈ വക കാര്യങ്ങൾ ഇനി അറിയണം എന്നുള്ള ആഗ്രഹത്തെ പോലും ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. കാരണം ഇനി എത്ര അറിഞ്ഞാലും തീരാത്ത സംഗതിയാണ്. പക്ഷേ ഈ എത്രയൊക്കെ അറിവ് നേടാലും ഈ പരമമായതിലേക്ക് എത്താനുള്ള മാർഗമാണ് ഈ പറയുന്ന മാർഗങ്ങളൊക്കെ. അത് പലതരത്തിൽ സ്വീകരിച്ചാലും വേണ്ടില്ല. അപ്പം പരമമായതിലേക്ക് എത്താനുള്ള വളരെ ലളിതമായ മാർഗം ഭഗവാൻ പറഞ്ഞു. പക്ഷേ ആ മാർഗത്തിലേക്ക് എത്താനുള്ള മാർഗം ഉപദേശിച്ചു. അത് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും വേണ്ട. അപ്പം ഇനി മറ്റൊന്നും അറിയണം എന്നുള്ള ആഗ്രഹവും കൂടെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം അതാണ്. അതെങ്ങനെ സാധിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ഒന്ന് ഉപേക്ഷിച്ചിട്ട് വേണമല്ലോ മറ്റൊന്ന് പ്രാപിക്കാൻ. രണ്ടും കൂടെ എന്തായാലും നടക്കില്ല. അപ്പം ഈ രണ്ടിലേതാ നല്ലത് എന്ന് ഉദ്ധവൻ അർജുനൻ ഭഗവാനോട് ചോദിച്ച പോലെ ചോദിച്ചാൽ, എനിക്ക് ശ്രേയോ സ്വീനം എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് പറഞ്ഞാൽ ആകെ പ്രശ്നം. അതുകൊണ്ട് എനിക്ക് ശ്രേയോമാർഗം എന്താണെന്ന് അത് മാത്രം പറഞ്ഞു തന്നാൽ മതി എന്ന് പറയും. അതാണ് ഗീതയ്ക്കുള്ള പ്രത്യേകത. കാരണം അവിടെ ക്ലിയർ കട്ട് പറയുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങ് ക്ലിയർ ആയിട്ട് പറഞ്ഞു. പക്ഷേ ഇപ്പം നീ ചെയ്യാനുള്ള ചെയ്യുക, പക്ഷേ എനിക്കുള്ള സമർപ്പണമായിട്ട് ചെയ്യുക. ജീവിച്ചിരിക്കുന്നോടത്താലും എന്തെങ്കിലും ചെയ്യണം. ആ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനല്ല ഭഗവാൻ. ഉപേക്ഷിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഉപേക്ഷിച്ചുള്ളൂ. പക്ഷേ ഇപ്പം ചെയ്യാനുള്ളത് എനിക്കുള്ള നീ ഒരു നിമിത്തമായിക്കൊണ്ട് ഞാൻ ചെയ്യാനുള്ളത് നീ അങ്ങോട്ട് ചെയ്തേക്കാം. അത് ഭഗവാൻ നമുക്കൊരു ഡ്യൂട്ടി തരുന്ന പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേതാ നല്ലത്, കൂടുതൽ എനിക്ക് ശ്രേയസ്കരം ഏതാണെന്ന് അങ്ങ് പറഞ്ഞു തരാൻ ഉദ്ധവനും പറയുകയാണ്. മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു. ഇപ്രകാരമുള്ള ഉദ്ധവൻ്റെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് ഭഗവാൻ മറുപടി പറഞ്ഞു,
ഞാൻ ആദ്യം വർണ്ണാശ്രമ ധർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറഞ്ഞത് മനഃശുദ്ധി നേടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ധർമ്മം ആചരിക്കാൻ പറഞ്ഞത് മനഃശുദ്ധിക്ക് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്യാനാണ് പറഞ്ഞത്. ശുദ്ധമായി തീർന്ന മനസ്സ് ആത്മാവിൽ അടങ്ങണമെങ്കിൽ ശരീരമാണ് താനെന്ന തോന്നൽ കൂടി ഇല്ലാതാവണം. പക്ഷേ ശരീരമാണ് താനെന്ന തോന്നൽ കൂടി ഇല്ലാതെ ആക്കണം. ധർമ്മ അധർമ്മങ്ങൾക്ക് അതീതനായി തീർന്നാലേ ശരീരാഭിമാനം പോകൂ. അതായത് പുണ്യപാപങ്ങൾക്ക് അതീതമായിട്ട് നിസ്സംഗഭാവത്തിൽ നമ്മൾ ആ അവസ്ഥയിലേക്ക് ഉയരണം. അപ്പോൾ ധർമാധർമ്മങ്ങൾക്കും സത്യാസത്യങ്ങൾക്കും അസത്തുകൾക്കും ഉപരിയായിട്ട് ഗുണാതീത ഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ധർമാധർമ്മ ചിന്തകൾ നമ്മളിൽ നിന്ന് ഒന്നായി തീരും. അതായത് ദ്വൈതം ആയിരിക്കുന്നത് അദ്വൈതമായി മാറണം എന്നർത്ഥം. രണ്ടായി കാണുന്ന വികല്പത്തെ ഏകമായ സത്യത്തിലേക്ക് നമ്മുടെ സ്ഥാനം ഉയരണം. അത് മനഃശുദ്ധി വന്നാൽ മാത്രമേ സാധിക്കൂ. മനഃശുദ്ധി വന്നാലും ഈ അദ്വൈത അനുഭൂതി ഉണ്ടായാലേ ഈ ദേഹി ആത്മാ അനാത്മാ വിചാരം നമുക്കില്ലാതെയാകുള്ളൂ. അപ്പം ആ ശരീരാഭിമാനമാണ് ഈ പ്രശ്നം, ഏറ്റവും വലിയ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ശരീരബോധത്തെ നീങ്ങണമെങ്കിൽ ധർമാധർമ്മങ്ങൾക്ക് അതീതനായി തീരണം. അതാണ് മനഃശുദ്ധി വന്ന ശേഷം ധർമ്മത്തെയും അധർമ്മത്തെയും ഉപേക്ഷിക്കാൻ പറഞ്ഞത്. ധർമാചരണത്താൽ ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ട് വിചാരം ചെയ്യുമ്പോൾ ആത്മാവ് തന്നെയാണ് പ്രപഞ്ചകാരേണ വിളങ്ങുന്നതെന്ന ബോധ്യം ഉറയ്ക്കണം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രം പോരാ, ആ ബോധ്യം നമുക്ക് ഉറപ്പാവണം. അതോടെ മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ച് ആത്മസ്വരൂപനായി തീരാനും കഴിയും. ഈ ആശയത്തെ ഉള്ളിലിരുത്തിക്കൊണ്ടാണ് ഭഗവാൻ ഉദ്ധവൻ്റെ ചോദ്യത്തിന് ഇനി സ്പഷ്ടമായ മറുപടി പറയുന്നത്. പരമാത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ജീവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു, അഥവാ ജീവാത്മാവ്. ജീവൻ പ്രാണനോട് കൂടി ചേർന്ന മൂലാധാരത്തിൽ പര എന്ന പേരോടുകൂടിയ നാദസ്വരൂപത്തിൽ പ്രകടമായിത്തീരുന്നു. പര എന്ന നാദം മണിപ്പൂരക ചക്രത്തിൽ എത്തുമ്പോൾ പശ്യന്തി എന്ന പേരിൽ മനോമയമായും, ഖണ്ഡത്തിലെ വിശുദ്ധി ചക്രത്തിലെത്തുമ്പോൾ മധ്യമ എന്ന വാക്കേന്ദ്രിയമായും തീരുന്നു. പിന്നീട് മുഖത്തിലൂടെ ഹ്രസ്വം ദീർഘം എന്നീ മാത്രകളായും ഉദാത്തം അനുദാത്തം സ്വരിതം എന്നീ സ്വരങ്ങളായിട്ടും അക്ഷരങ്ങളായിട്ടും നാദം വൈഖരി എന്ന പേരിൽ സ്ഥൂല ശബ്ദ ആയിത്തീരുന്നു. പരമാത്മാവായിരിക്കുന്ന എൻ്റെ സ്ഥൂല രൂപേണയുള്ള പ്രകടഭാവമാണ് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദങ്ങൾ എന്ന് സാരം. ആകാശത്തിൽ അവ്യക്ത രൂപേണ വ്യാപരിച്ചിരിക്കുന്ന അഗ്നി അരണി കടയുമ്പോൾ ആദ്യം വളരെ ചെറിയ തീപ്പൊരികളായും പിന്നീട് വിറക് കൊണ്ട് ഹവിസ് കൊണ്ടും വർദ്ധിപ്പിക്കപ്പെടുമ്പോൾ സ്ഥൂലരൂപത്തിൽ ആളിക്കത്തുന്ന വലിയ തീക്കുണ്ടമായും തീരാറില്ലേ? അതേപോലെ സൂക്ഷ്മസ്വരൂപിയായിരിക്കുന്ന പരമാത്മാവ് സ്ഥൂലമായ വാക്കിൻ്റെ രൂപത്തിൽ പ്രകടമായി തീരുന്നു. ഇതാണ് നാമം, ശബ്ദബ്രഹ്മവും അക്ഷരബ്രഹ്മവും ആശ്രയിച്ചുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കിയില്ലേ തന്നെ നമ്മൾ ഇരിക്കുന്നിടത്തിരുന്നു നട്ടൽ നിവർത്തിയിരുന്ന് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നാമമന്ത്രം ഉച്ചരിച്ചാൽ തന്നെ മനഃശുദ്ധി വരും എന്ന് പറയാൻ കാരണം, മനഃശുദ്ധി വന്നാൽ മാത്രമേ അവിടെ ഏകാഗ്രത ഉണ്ടാവുകയുള്ളൂ, അവിടെ ബുദ്ധി ഉറക്കുകയുള്ളൂ. അതിനിവിടെ പ്രാക്ടിക്കൽ തലത്തിൽ നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രക്രിയയാണ് നടക്കുന്നത് എന്നും ആ പ്രക്രിയയിലൂടെ പ്രകടമാകുന്ന ആകാശതത്വത്തിൻ്റെ ശബ്ദബ്രഹ്മം എൻ്റെ പ്രതീകാത്മക ഭാവമാണ്, നിങ്ങളിലൂടെ ശബ്ദമായിട്ട് നാദബ്രഹ്മമായിട്ട് പുറത്തു വരുന്നത്, അത് എൻ്റെ തന്നെ, അതായത് ബ്രഹ്മനാദമാണ് നിങ്ങൾ പുറത്തു വിടുന്നതെന്നാണ് പറയണേ. അപ്പം നമ്മൾ ഈ ജപതപാദികൾ ചെയ്യുന്നതിൻ്റെ പരമമായ ലക്ഷ്യം എന്താണെന്നും അത് ശരീരത്തിലൂടെ എപ്രകാരം പരാശക്തിയായിട്ട് മാറി അത് പരാബ്രഹ്മത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അത് ബ്രഹ്മനാദം ആണ്, ശബ്ദബ്രഹ്മമാണ് ഞാൻ തന്നെ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഇവിടെ ഒന്നോടെ നമ്മൾ വിശദീകരിച്ചാൽ ഭഗവാൻ പറയുന്നത് ഒന്നോടെ എടുത്ത് ഇത് നമ്മൾ ആത്മവിചാരം ചെയ്യുകയും കൂടെ വേണം, വെറുതെ കേട്ടാൽ മാത്രം വരാം. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മളൊരു നാമമന്ത്രം ഉച്ചരിക്കുമ്പോൾ
പരമാത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇത് പരമാത്മാവിൻ്റെ അംശം നമ്മുടെ ജീവനായിട്ട് ശരീരത്തെ പ്രവേശിച്ച ആ ജീവാത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ജീവാത്മാവ് ആദ്യം വസിക്കുന്നത് മൂലാധാരത്തിൽ പര എന്ന പേരോടുകൂടിയാണ്. നാദരൂപത്തിൽ പ്രകടമായി തീരുന്നത് ആ പരാശക്തി, മൂലാധാരത്തിൽ കിടക്കുന്ന പര എന്ന ഭഗവാന്റെ ശക്തിയെ, ജീവനെ നമ്മൾ ശബ്ദബ്രഹ്മത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരണം. അതാണ് നട്ടല് നിവർത്തിയിരുന്ന് നാമം ജപിക്കുമ്പോൾ ആ ശക്തി പര എന്ന നാദം തന്നെ മണിപ്പൂരകത്തിൽ എത്തിച്ചേരുന്നു. മണിപ്പൂരകം എന്ന് പറയുന്നത് എവിടെയാ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂരകം, അതായത് നമ്മുടെ നാഭീതലത്തിലാണ്. അപ്പൊ നാഭിയിൽ പര എന്ന പേരോടുകൂടിയ നാദരൂപത്തിൽ പ്രകടമായി തീരുന്നത് ആ നാദം, അതായത് മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാന ചക്രവും ക്രോസ് ചെയ്ത് മണിപ്പൂരകത്തിൽ എത്തുമ്പോൾ പശ്യന്തി എന്ന പേരിൽ മനോമയമായും, അതായത് പശ്യന്തി നാഭിയിലെത്തിയാൽ നമുക്ക് മനസ്സിലേക്ക് അതിൻ്റെ എഫക്റ്റ് എത്തുന്നർത്ഥം. അപ്പോൾ ഖണ്ഡത്തിലെ വിശുദ്ധി ചക്രത്തിൽ അതേ ശക്തി മനോമയ കോശത്തിലൂടെ വിശുദ്ധി അനാഹതവും ക്രോസ് ചെയ്ത് വിശുദ്ധി ചക്രത്തിലേക്ക് എത്തുമ്പോൾ അത് മധ്യമഭാവൻ രൂപം കാണുന്നു. പിന്നെ അത് വാഗ്യേന്ദ്രിയവുമായിട്ട് സ്വനപേടകവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പിന്നീട് മുഖത്തിലൂടെ ഹ്രസ്വം, ദീർഘം എന്നീ മാത്രകളാണ്. അത് നമ്മൾ ഉച്ചരിക്കുന്നതനുസരിച്ചുകൊണ്ട് ഭാവരാഗ താളം അവിടെയാണ് പുറപ്പെടുന്നത്. ആ സ്വരം പുറത്തേക്ക് വരുമ്പം ഹ്രസ്വമാകാം, ദീർഘമാകാം എന്നീ മാത്രകളിൽ, ഹ്രസ്വമോ ദീർഘമോ ആയിട്ട്, ഇല്ലെങ്കിൽ ഉദാത്തം, അനുദാത്തം എന്ന സ്വരിതങ്ങളിലൂടെ ആ സ്വരങ്ങളായിട്ടും അക്ഷരങ്ങളായിട്ടും പുറത്തേക്ക് വരുന്നതിനെ, ആ നാദബ്രഹ്മത്തെ വൈഖരി എന്ന പേരിൽ സ്ഥൂല ശബ്ദമായിട്ട് മാറുന്നു. അപ്പം ഞാൻ ഇത് വ്യാഖ്യാനിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ മൂലാധാരത്തിൽ നിന്ന് പരാശക്തി ആണ് ഉയർന്നു വന്ന് അത് മണിപ്പൂരകത്തിലെത്തുമ്പോഴത്തേനും മനസ്സിൻ്റെ ആക്ഷനായിട്ട് മാറും. ആ മനോമയ കോശത്തിൽ നിന്ന് ഞാൻ എന്താണ് പറയേണ്ടത് എന്നുള്ള ഭാവത്തെ മനോമയ കോശമാണ് വ്യക്തമാക്കി തരുന്നത്. അത് പിന്നെ അനാഹതത്തിലേക്ക് എത്തുമ്പം മധ്യമഭാവത്തിലെത്തും. അത് പുറത്തേക്ക് വരുമ്പോൾ വൈഖരി ഭാവത്തിലെത്തും. അത് സ്ഥൂല ശബ്ദമായിട്ട് മാറും. അപ്പം പരമാത്മാവായിരിക്കുന്ന എൻ്റെ സ്ഥൂല രൂപേണയുള്ള പ്രകടഭാവമാണ് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദങ്ങൾ. അപ്പം എൻ്റെ ശബ്ദം എന്ന പോലും പറയാൻ എനിക്ക് അധികാരമില്ല. പരമാത്മാവിൻ്റെ ശബ്ദമാണ് മഹാസ്വരൻ, ശ്രേഷ്ഠമായ ശബ്ദം. ശ്രേഷ്ഠമായ ശബ്ദത്തെ പുറപ്പെടുവിക്കാൻ നമുക്ക് ശക്തി നൽകുന്നതും ആ പരമാത്മാവ് തന്നെയാണ്. അപ്പം നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ തന്നെ ഈ പരമാത്മാവിൻ്റെ ശക്തിയാണ് സ്ഥൂല ശബ്ദമായിട്ട് ഞാൻ പുറപ്പെടുവിക്കുന്നതും ആ സ്ഥൂല ശബ്ദം തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നതും. അത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ആ ശബ്ദങ്ങളുടെ സാരം സ്ഥൂലരൂപേണയുള്ള ഗുരുവായൂരപ്പൻ്റെ പ്രകടഭാവമാണ് ഈ ശബ്ദം എന്നർത്ഥം. അത് എന്നിൽ നിന്ന് പുറപ്പെട്ടാലും നിങ്ങളിൽ നിന്ന് പുറപ്പെട്ടാലും. ഭഗവാനെ പറ്റി പറയുന്നതോ ഭഗവാനെ കീർത്തിക്കലാവും. അതിനുപയോഗിക്കുന്നതോ ഭഗവാന്റെ സ്ഥൂല ശബ്ദമാണ്. നമ്മളിൽ പ്രകടമാകുന്ന ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആര് ജപിച്ചാലും വേണ്ടില്ല, അതിൽ നിന്ന് സ്ഥൂല ശബ്ദം വൈഖരീഭാവം പുറത്തേക്ക് വരുമ്പോൾ അത് ഗുരുവായൂരപ്പൻ്റെ പ്രകട പ്രത്യക്ഷ ഭാവമാണ്, പ്രത്യക്ഷ ബ്രഹ്മനാഥമാണെന്ന് ഉറപ്പിക്കണം. അതിന് മാധ്യമം നമ്മുടെ ശരീരമാണ്. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നതും ഭഗവാനിലൂടെ പ്രകടമാകുന്ന ആ ജീവൻ പരമാത്മാ ഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ സ്ഥൂല പ്രകടന ഭഗവാന്റെ ശബ്ദമാണ് പുറത്തേക്ക് കേൾക്കുന്നത് എന്ന് നമ്മൾ അനുമാനിച്ച് അറിയണം, അത് കണ്ടെത്തണം. നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിൽ നിന്ന് ഇപ്പം ഞാൻ പറയുന്ന ഭാഗം തന്നെ പറഞ്ഞു, എൻ്റെ മൂലാധാരത്തിൽ കിടക്കുന്ന ആ പരാശക്തിയുടെ പ്രത്യക്ഷ ഭാവമാണ് ജീവൻ. ആ ജീവൻ മൂലാധാരത്തിൽ കിടക്കുന്ന സ്വദാഷ്ടാനവും ക്രോസ് ചെയ്ത് ആ ശക്തിയുടെ പ്രാണമയ കോശത്തെ ഉയർത്തി നാഭീതലത്തിലെത്തുമ്പോൾ, മണിപ്പൂരകത്തിലെത്തുമ്പോൾ അവിടെ നമ്മൾ എന്താണ് ശബ്ദം പുറപ്പെടുവിക്കേണ്ടതെന്നുള്ള ആ മനസ്സ് തീരുമാനിക്കുകയും ആ പരാശക്തി പിന്നെ മണിപ്പൂരകത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും
കൃത്യമായ നമുക്ക് ധാരണയുണ്ടാകും എന്താണ് പറയേണ്ടത്. ആ ശബ്ദം നമ്മളിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അത് സ്ഥൂല രൂപം വൈഖരീഭാവത്തിലെത്തും. അത് ഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷ പ്രകടന ഭാവമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? അതിവിടെ ഒരു ഉദാഹരണം കൂടെ ഭഗവാൻ പറയുന്നു. ആകാശത്തിൽ അവ്യക്ത രൂപേണ വ്യാപിച്ചിരിക്കുന്ന അഗ്നി. ഈ ആകാശത്തിൽ പഞ്ചഭൂതങ്ങളുടെ അംശമായിരിക്കുന്ന എല്ലാ അംശവുമുണ്ട്. അത് പ്രത്യേകിച്ച് ശബ്ദബ്രഹ്മം. ആകാശത്തിൻ്റെ ഗുണം എന്താ? ശബ്ദമാണ്. ഇവിടെ നാദമാണ് ഭഗവാന്റെ പ്രത്യക്ഷ രൂപം എന്ന് പറഞ്ഞു. ആ ശക്തി തന്നെ കർഷണത്തിൽ വരുമ്പോഴത്തേനും ആ വായുവും ഈ ശബ്ദബ്രഹ്മവും കൂടെ ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കർഷണം, ചലനത്തിൽ നിന്നാണ് അഗ്നി സ്ഫുരിക്കുന്നത്. പ്രത്യക്ഷഭാവം അഗ്നിയുടെ പ്രകടമാകുന്നത്. അത് ഒരു സ്ഫുരണം കൊണ്ട് നമുക്ക് പിന്നെ അതിൽ നിന്ന് വീണ്ടും വിസ്തരിച്ച് കൂടുതൽ കത്തിക്കാൻ പറ്റും. അത് പ്രത്യക്ഷ രൂപേണ അഗ്നി ദീപം നമുക്ക് പ്രകാശത്തെ നൽകും. ഭഗവാന്റെ പ്രത്യക്ഷ സ്ഥൂല രൂപമാണ് അഗ്നി എന്നുകൂടി ഇവിടെ. അപ്പൊ അഗ്നി എങ്ങനെയുണ്ടാകുന്നത്? അരണി കടയുമ്പോൾ ആദ്യം ചെറിയ തീപ്പൊരികളെ ഉണ്ടാകുക, പിന്നീട് വിറക് കൊണ്ടും ഹവിസ് കൊണ്ടും വർദ്ധിപ്പിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇന്ധനം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് സ്ഥൂല രൂപത്തിൽ ആളിക്കത്തും, തീക്കുണ്ടമായി തീരും. അതുപോലെ സൂക്ഷ്മസ്വരൂപിയായിരിക്കുന്ന പരമാത്മാവ് സ്ഥൂലമായ വാക്കിന്റെ രൂപത്തിൽ പ്രകടമായി തീരുന്നു എന്നർത്ഥം. അതാണ് ഭഗവാന് പ്രത്യക്ഷത്തിൽ മഹാസ്വനൻ എന്ന സഹസ്രനാമത്തിൽ പേര് വന്ന് ശ്രേഷ്ഠമായ ശബ്ദത്തോടു കൂടിയവൻ, ശ്രേഷ്ഠമായ ശബ്ദത്തെ, ഭഗവാനെ ഭജിക്കുന്നവർക്ക് ശ്രേഷ്ഠമായ ശബ്ദത്തെ കൊടുക്കുന്നവൻ. അതായത് ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മനാദമാണ് നമുക്ക് ശബ്ദമായിട്ട് പുറത്തു വരുന്നത്. ആ സ്ഥൂല ശബ്ദം ഭഗവാന്റെ പരമാത്മാവിൻ്റെ തന്നെ സ്ഥൂല രൂപമാണെന്ന് ഉറപ്പിച്ചോളൂ. ഇത്രയും വ്യക്തമാകുന്നത് ഈ രഹസ്യം എന്ന് ഈ അധ്യായത്തിന് പറയാൻ തന്നെ കാരണം ഇതാണ്. ഇത് നമ്മുടെ പുറത്തൊന്നും നമ്മൾ അന്വേഷിച്ചു പോകണ്ട. നല്ലത് ചീത്തയായിട്ട് നമ്മളെ എപ്പോഴും എന്തെങ്കിലും ശബ്ദം പുറത്തു വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന്റെ ശബ്ദമാണെന്ന് ഉറപ്പിച്ചോളണം. അതുകൊണ്ട് അതിനെ വേണ്ടാത്ത കാര്യത്തിനില്ലെങ്കിൽ പരമമായത് മാത്രമേ പുറത്തേക്ക് വരാവുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഭഗവാനെ കീർത്തിക്കുന്നതായിരിക്കണം. ഭഗവാനെ പൂർണ്ണമായിട്ട് ശരീരത്തെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളതേ വരൂ, വേണ്ടാത്ത വാക്കുകളൊന്നും വരില്ല. ഇപ്പം ചില കാര്യങ്ങളിലൊക്കെ പ്രഭാഷണം നടത്തുമ്പോഴും ഇപ്പോൾ യൂട്യൂബിലായാലും എന്തിലായാലും ചെയ്യുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ സ്ഥൂല രൂപത്തിലുള്ള ശബ്ദത്തിന് രണ്ടാമത് ഒന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരാറില്ല. അതായത് തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞാലാണല്ലോ അത് കട്ട് ചെയ്ത് കളയേണ്ടി വരിക, ഇല്ലെങ്കിൽ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കേണ്ടി വരിക, ഇങ്ങനെ വരില്ല. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും എഡിറ്റ് ചെയ്യാനോ കൂട്ടിച്ചേരാനോ കുറയ്ക്കാനോ, ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഇടയ്ക്ക് കയറ്റി പറയേണ്ടതായിട്ടോ ചിലത് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ടുള്ളോ എഡിറ്റിംഗ് സമ്പ്രദായമേ ആവശ്യമില്ല എന്നർത്ഥം. കാരണം എന്താ? അങ്ങനെയുള്ള ശബ്ദം, അങ്ങനെയുള്ള വാക്കുകളെ വരൂ. ഇതാണ് പരമമായത്. നമ്മുടെ ഉള്ളിൽ സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടാത്ത വാക്കുകളോ വേണ്ടാത്ത ചിന്തയോ ഈ പറയുന്ന ധർമാധർമ്മങ്ങളേക്ക് പരയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് വരിക. അവിടെ സംശയവും ഉണ്ടാവില്ല. അവിടെയാണ് നമുക്കത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ ആ പരമമായത് അറിയുമ്പം അത് ആ പരമമായതിനെ അറിയാൻ ജിജ്ഞാസമായിരിക്കുന്നതിനെ അവർക്ക് പെട്ടെന്നത് ക്ലിക്കാവും. ഇനി എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും അതീന്ദ്രിയങ്ങളെ വ്യാപര രൂപേണ പ്രകാശിക്കുന്നതും പരമാത്മാവായിരിക്കുന്ന ഞാൻ തന്നെയാണ്. എടുക്കൽ, നടക്കൽ, സംസാരിക്കൽ, വിസർജിക്കൽ, ആനന്ദിക്കൽ എന്നീ കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളായും മണക്കൽ, സ്വാദറിയൽ, കാണൽ, സ്പർശിക്കൽ, കേൾക്കൽ എന്നിങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ വ്യവഹാരങ്ങളായിട്ടും സങ്കൽപ്പിക്കൽ, അറിയൽ, അഭിമാനിക്കൽ എന്നിങ്ങനെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയുടെ പ്രവർത്തനങ്ങളായിട്ടും പ്രാണന്റെ പ്രവർത്തനങ്ങളായിട്ടും പ്രകടഭാവം കൊള്ളുന്നുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ സ്ഥൂലരൂപമാണ് എന്നറിഞ്ഞുകൊള്ളുക. അതായത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് അന്വേഷിച്ച് പോകേണ്ട, നമ്മുടെ ശരീരത്തിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ തന്നെ
ഈശ്വരന്റെ പ്രകടഭാവം അനുഭവിച്ചറിയുക. ഈ ശരീരം എന്ന് പറയുന്നത് ദേഹബോധത്തെ വിടണം എന്ന് പറഞ്ഞാലും ഈ ശരീരമാധ്യം ഖലു ധർമ്മസാധനം എന്ന് പറയാൻ എന്താ കാരണം? ഈശ്വരന്റെ പ്രത്യക്ഷമായിരിക്കുന്ന പ്രകടമാകാം അവ്യക്ത സ്വരൂപേണ നമ്മുടെ ഉള്ളിൽ തന്നെ വിളങ്ങുന്ന ഈശ്വരന്റെ ചൈതന്യത്തെ മൂലാധാരത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നത് അതേ ശക്തി തന്നെയാണ്. ശബ്ദമായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചു. നമ്മൾ ചൂടെങ്ങനെയാണ് പ്രകടമാകുന്നതെന്ന് പറഞ്ഞു. ഇതേപോലെ പഞ്ചഭൂതങ്ങളിലുള്ള ഗുണസമ്പന്നമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതാതിന്ദ്രിയത്തിലൂടെ പ്രകടമാകുന്നത് ഈശ്വരന്റെ പ്രത്യക്ഷ പ്രകടഭാവമാണ് നാം അനുഭവിക്കുന്നത് എന്ന് അത് സ്ഥൂല രൂപത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലൂടെ അറിയാം. കണ്ടുകൊണ്ട് കാണാൻ പറ്റുക, കേൾക്കാൻ പറ്റുക, സ്വാദറിയാൻ സാധിക്കുക, മണക്കാൻ സാധിക്കുക, നടക്കാൻ സാധിക്കുക. എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതൊക്കെ ഈ ജീവാത്മാവ് പരാഭാവത്തിലാണ് നമ്മളിൽ പ്രകടമാകുന്നത് എന്ന് അറിയണം. പ്രാണന്റെ പ്രവർത്തനങ്ങളായിട്ടും പ്രകടഭാവം കൊള്ളുന്നതും പരമാത്മാവായിരിക്കുന്ന ഞാൻ തന്നെയാണ്. എല്ലാ ശരീരങ്ങളിലും സമഷ്ടി ജീവനായിട്ട് വിളങ്ങുന്ന ഈശ്വരൻ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾക്ക് ആശ്രയീഭൂതനും പ്രപഞ്ചത്തിന് കാരണമായ താമരപ്പൂവിൻ്റെ ഉൽപ്പത്തി സ്ഥാനവുമാണ് നാഭി. സൂക്ഷ്മമായിരിക്കുന്ന വിത്ത് അനുകൂല പരിസ്ഥിതിയിൽ മുളച്ച് തയ്യായും ചെടിയായും ശാഖോപശാഖകളോട് കൂടിയ മരമായിട്ടും തീരുന്നത് പോലെ ജീവൻ കാലത്തിൻ്റെ പ്രഭാവം കൊണ്ട് ഇന്ദ്രിയങ്ങളായിട്ടും വിഷയങ്ങളായിട്ടും പ്രാപഞ്ചികമായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നതു നൂലിൽ വസ്ത്രം എന്ന പോലെ ആത്മാവിൽ പ്രപഞ്ചം പ്രതിഭാസിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കുറച്ച് ഗഹനമായിട്ട് നമ്മുടെ ശരീരത്തിലൂടെ തന്നെ അറിയാനാണ് ഭഗവാൻ പറയുന്നത്. അതിനൊരു മാധ്യമം നമുക്ക് തന്നിട്ടുണ്ട്. അറിയാൻ വേണ്ടിയിട്ട് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർമ്മത്തിൽ നിന്നുണ്ടായതും കർമ്മം കൊണ്ട് നിലനിൽക്കുന്നതുമായിരിക്കുന്ന ഈ സംസാര വൃക്ഷം, അതാണ് ഊർദ്ധമൂലം മതശാഖം അശ്വത്വം പ്രാഘുരമം വ്യയം എന്ന ഗീതയിലും ഭഗവാൻ പറഞ്ഞത്. ഒരു വൃക്ഷമായിട്ട് കണക്കാക്കിയാൽ നമ്മുടെ ശരീരത്തിൽ ഒരു വിത്ത് നമ്മൾ കൊണ്ടുപോയി മുളയ്ക്കാൻ വേണ്ടിയിട്ടിട്ട് കഴിഞ്ഞാൽ അത് തനിയെ മുളച്ചു വരികയും മുളച്ച് തയ്യായും അത് വളർന്ന് വലുതായ വൃക്ഷമായും അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകുന്നതും എന്ന പോലെ തന്നെ നമ്മളിൽ ഈ ജീവനായിട്ടിരിക്കുന്ന ആ ശക്തിയെ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ ഈ ഇന്ദ്രിയങ്ങളിലൂടെ വളർത്തി വലുതാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് മൂലാധാരത്തിൽ നിന്നും സഹസാര പത്മം വരെ ഉയർന്ന് ആ ബോധതലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും കാണാനും കേൾക്കാനും ഒക്കെ തുടങ്ങിയാൽ ഭഗവാന്റെ പ്രത്യക്ഷ ഭാവമാണ് നമ്മളിലൂടെ നമ്മൾ അറിയാതെ തന്നെ പ്രകടമാകുന്നത് എന്ന ബോധ്യം വന്നാൽ മാത്രമേ ഈ ശരീരം പോലും നമ്മുടേതല്ല, അതിൽ നടക്കുന്ന പ്രക്രിയകളും ഭഗവാന്റെ പരാശക്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുള്ളൂ. അത് തന്നെയാണ്, അതേ കോപ്പി തന്നെയാണ് ഈ പ്രപഞ്ചത്തിലും പ്രതിഭാസിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ രണ്ടും ഒന്ന് തന്നെ എന്ന ഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് ധർമാധർമ്മങ്ങൾക്ക് ഈ ഗുണാതീത ഭാവത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അപ്പോൾ കർമ്മത്തിൽ നിന്നുണ്ടായതും കർമ്മം കൊണ്ട് നിലനിൽക്കുന്നതുമായിരിക്കുന്ന ഈ ശരീരമാകുന്ന സംസാര വൃക്ഷം കാമികൾക്ക് ലൗകികവും സ്വർഗീകവുമായിരിക്കുന്ന സുഖങ്ങളാകുന്ന പുഷ്പങ്ങളായിട്ടും വിരക്തന്മാർക്ക് മോക്ഷമാകുന്ന ഫലത്തെയും നൽകുന്നു. 2 കാര്യമാണ് ഈ ശരീരം കൊണ്ട് സാധിക്കുക. ഒന്ന് ഭൗതിക സുഖങ്ങൾ, അതുപോലും ശരിക്കും അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ വേണ്ട വിധത്തിൽ ആക്ടിവേറ്റ് ചെയ്ത് അതിനെ പ്രവർത്തിപ്പിച്ചാൽ അത് നമുക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ആ ഭൗതിക സുഖങ്ങൾ പോലും വേണ്ട വിധത്തിന് അനുഭവിക്കാൻ സാധിക്കാതെ ഇരിക്കാൻ എന്താ കാരണം? നമ്മൾ ഈ ഭൗതികമായതിനെ നേടാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ആ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുക. ഇത് നേരെ തിരിച്ചാണ് വേണ്ടത്. ഭഗവാനെ സ്ഥായിയായിട്ട് നമ്മളിൽ പ്രതിഷ്ഠിച്ചിട്ട് ആ ദൈവിക സമ്പത്തിൽ നിന്നുകൊണ്ട് ഭൗതികമായതിനെ ആശ്രയിക്കണം. അത് ഈ ശരീരം പോലും ജീവനെ ആശ്രയിച്ചാണ് ശരീരം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരീരം സംരക്ഷിച്ചാൽ ശരീരം രോഗമുക്തമായി തീരും. അതേസമയം ശരീരത്തിന് വേണ്ടിയിട്ടാണ് ജീവൻ നിൽക്കുന്നത് എന്ന ഭാവത്തിൽ ആശ്രയിച്ചാൽ ആ ശരീരബോധമാണ് നമ്മളെ പരമമായതിലേക്ക് എത്തിക്കാതിരിക്കുന്നത്. നമ്മൾ ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം ജീവിക്കുന്നത്. നേരെ തിരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിക്കരുതെന്നർത്ഥം. ഇവിടെ അതാണ് വ്യത്യാസം.
അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, കർമ്മത്തിൽ നിന്നുണ്ടായതും കർമ്മത്തിൽ തന്നെ നിലനിൽക്കുന്നതും കർമ്മത്തിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ആ സംസാര വിഷത്തെ ആശ്രയിക്കേണ്ടിയും വരുന്നത്, അത് കാമികൾക്ക് ലൗകികവും സ്വർഗീയമായ സുഖങ്ങൾ ഉണ്ടാകും, അത് പുഷ്പങ്ങളായിട്ടും ഒക്കെ തോന്നും. പക്ഷെ വിരക്തന്മാർക്ക് മോക്ഷമാകുന്ന ഫലത്തെ നൽകുകയും ചെയ്യും. ഒരേ കാര്യം ഒരു വ്യക്തി ചെയ്താൽ മോക്ഷത്തിലേക്ക് എത്തും, ആ ഭാവം ഒന്ന് മാറ്റി ചെയ്താലോ ഈശ്വരിലേക്ക് എത്തും. ത്രിഗുണങ്ങളുടെ ആത്മാവിൽ വികസിച്ച് നിൽക്കുന്ന ശരീരമാകുന്ന സംസാര വൃക്ഷം, പുണ്യവും പാപങ്ങളാകുന്ന രണ്ടുവിധ കർമ്മങ്ങൾ സംസാര വിഷത്തിന്റെ ബീജങ്ങളാണ്. നൂറ്റിക്കണക്കിന് വാസനകളാണ് ഈ വൃക്ഷത്തിൽ വേരുകൾ. സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളാണ് ഈ വൃക്ഷത്തിന്റെ നാമ്പ്. അതാണ് ഈ വാസനാബലത്തെ സൃഷ്ടിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് അവിദ്യയും വിദ്യയുമാണ് കൂടുകൾ. വാദപിത്ത കഫങ്ങൾ വൃക്ഷത്തിന്റെ തൊലികളാണ്. സുഖവും ദുഃഖവുമാണ് സംസാര വിഷത്തിന്റെ പഴങ്ങൾ. സൂര്യമണ്ഡലം വരെ ഈ വൃക്ഷം വ്യാപിച്ചു നിൽക്കുന്നു. ശരീരമാകുന്ന സംസാര വിഷത്തിലെ ദുഃഖമാകുന്ന പഴം തിന്നുന്നത് വെറും പ്രാകൃതരായിരിക്കുന്ന ഗൃഹസ്ഥന്മാരാണ്. ഇതിലെ സുഖമാകുന്ന പഴം അനുഭവിക്കുന്നത് വിരക്തരായിരിക്കുന്ന പരമഹംസ സന്യാസിമാരാണ്. ഇനി വാസ്തവത്തിൽ ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നതാണ് നാം അറിയേണ്ടത്. പലതായിട്ടൊക്കെ തോന്നപ്പെടുന്ന പ്രപഞ്ചം മായയാണ്. സ്വർണ്ണാഭരണങ്ങളായിട്ട് തോന്നപ്പെടുന്നത് സ്വർണം മാത്രമാണ്. ആത്മാവ് തന്നെയാണ് പ്രപഞ്ച കാരണമായിട്ട് പലതായിട്ട് പല രൂപത്തിലും ഭാവത്തിലും പ്രതിഭാസിക്കുന്നത്. ഈ തത്വത്തെ ഗുരുപദേശത്തിൽ അറിയുന്നവർ മാത്രമാണ് വേദത്തിൻ്റെ താല്പര്യത്തെ അറിഞ്ഞവർ. ഗുരുവിനെ നിഷ്കളങ്ക ഭക്തിയോടെ സേവിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശത്താൽ ഉണ്ടാകുന്ന ജ്ഞാനം കൊണ്ട് ശരീരമാണ് താനെന്ന തോന്നലാക്കുന്ന ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുക. അതിനുശേഷം ജ്ഞാനത്തെയും ഉപേക്ഷിക്കണം. കാരണം ജ്ഞാനവും അജ്ഞാനവും മനസ്സിൻ്റെ രണ്ട് ഭാവങ്ങളാണ്. ജ്ഞാനത്തെയും ഉപേക്ഷിച്ച് കളഞ്ഞാൽ മനസ്സ് അടങ്ങും, തൻ്റെ വാസ്തവ രൂപത്തിൽ സ്ഥിതി ചെയ്യാൻ കഴിയും. അതാണ് ഈശ്വരപ്രാപ്തിക്കുള്ള അനുഷ്ഠാനം. ഈ അനുഷ്ഠാനങ്ങളാണ് ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെയൊക്കെ വ്യതിചലിച്ചു പോവുകയാണ് ചെയ്യുക. അതാണ് ശരിക്കും പരമമായതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാതെ. ആ ജ്ഞാനത്തെയും കൂടെ ഉപേക്ഷിക്കുമ്പോഴാണ് ഇങ്ങനെ അനുഭവങ്ങളിലൂടെ പല പ്രാവശ്യം പല ജന്മത്തിലൂടെയൊക്കെ നേടിക്കഴിയുമ്പോൾ പരമമായ ജ്ഞാനം എന്താണെന്ന് മനസ്സിലാകും. പക്ഷെ ആ ജ്ഞാനം ലഭിച്ചാലും അതിനെയും കൂടെ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലാണ് ഭഗവാന്റെ കൃപ ലഭിക്കുക. അപ്പോഴാണ് മോക്ഷപ്രാപ്തി. ജ്ഞാനവും അജ്ഞാനവും രണ്ടും കർമ്മബന്ധന പുണ്യപാപങ്ങളെ ഉണ്ടാക്കും. അപ്പോൾ ഇത് രണ്ടും ഉപേക്ഷിക്കണം. അതാണ് സർവധർമാൻ പരിത്യജാന്ന്. ഇപ്പം ശിശുപാലൻ അനേക ജന്മങ്ങളിലൂടെ സിദ്ധിച്ച അറിവിൻ്റെ ഫലമായിട്ട് ആണ് ഭഗവാന്റെ പാർഷദനായിട്ട് നിന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു അംശം മനഃശുദ്ധി പൂർണ്ണമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഈ വന്ന കുമാരന്മാരെ പറ്റി തെറ്റായിട്ട് മനസ്സിൽ വിചാരിച്ചുള്ളൂ. ഇല്ലെങ്കിൽ ശരിക്കും മനസ്സിൽ വിചാരിച്ചത് സ്വർണം ആണ് ദണ്ഡായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് വേലി കെട്ടുന്ന പോലെ അവരെ ഒന്ന് തടഞ്ഞു. അപ്പോൾ ഇവരുടെ മനസ്സിലെ വിചാരം നിങ്ങൾ പോകണ്ട, ഇല്ലെങ്കിൽ അഹങ്കാരഭാവോ ശബ്ദമോ അതൊന്നും പുറത്തു വന്നില്ല. പക്ഷെ എന്നാലും മനസ്സിൽ ഈ വിചാരം മനഃശുദ്ധി ഇല്ലായ്മ കൊണ്ടാണ് ഉണ്ടായത്. അപ്പോൾ സനൽകുമാർ ഇവരുടെ മനസ്സിൽ എന്താ ചിന്ത എന്നുള്ളത് മനസ്സിലാക്കി. അപ്പം നിങ്ങളാരാ എന്നെ തടയാൻ എന്നൊരു ഭാവം ഇവർക്കുണ്ടായി. അതായത് ഒരു ഭക്തന് മാത്രമേ ഒരു ഭക്തനെ തിരിച്ചറിയാൻ സാധിക്കൂ. അപ്പോൾ ഈ സനൽകുമാരന്മാരെ പോലെ നിഷ്കാമ ഭക്തിയും ഇല്ലേ അത്ര ശുദ്ധ ഭക്തിയും ഈ ജൈവജന്മാർക്കില്ലായിരുന്നു. അതുകൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് 3 ജന്മങ്ങളിലേക്ക് പാദപ്പതിക്കേണ്ടി വന്നു. ശിശുപാലൻ ഭഗവാനുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ ഭഗവാനെ കുറ്റം പറഞ്ഞ അജ്ഞത മുഴുവൻ പോയി അവിടെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചു. ആ പരമമായത് എന്താണെന്നുള്ള ജ്ഞാനം നേരത്തെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അജ്ഞതയുടെ മറവിലായിരുന്നു കൊണ്ട് അവിടെ ഈ അജ്ഞതയുടെ പ്രതിഫലനമാണ് അഹങ്കാരഭാവം, ഇല്ലെങ്കിൽ മറ്റൊരു ഭക്തനെ മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക എന്നൊക്കെ അവസ്ഥ ഉണ്ടാകുന്നത് ഈ മനഃശുദ്ധി ഇല്ലായ്മയാണ്. ആ മനഃശുദ്ധി ഇല്ലായ്മയാണ് ഭഗവാന്റെ മുമ്പിൽ അജ്ഞത മുഴുവൻ ഭഗവാന്റെ മുമ്പിൽ 100 കുറ്റം പറഞ്ഞത്. അപ്പം അവിടെ ജ്ഞാനവും അജ്ഞാനവും പരമമായതുകൊണ്ട് ഇല്ലാതെയായ ആ നിമിഷം ശരീരം ഉപേക്ഷിക്കപ്പെട്ടു. ഭഗവാന്റെ അടുത്തേക്ക് നിമിഷ നേരം കൊണ്ട് ചൈതന്യം ലയിച്ചു. ഇതാണ് ശരീരം കൊണ്ട് സാധിക്കേണ്ട കാര്യം.
അത് അവിടെ ധർമ്മത്തെയും അധർമ്മത്തെയും ജ്ഞാനത്തെയും അജ്ഞാനത്തെയും നാം ഭഗവാൻകൾ സമർപ്പിക്കണം. അപ്പോഴാണ് ഭഗവാന്റെ കൃപ ലഭിക്കുക. അതാണ് ഈശ്വര പ്രാപ്തിക്കുള്ള അനുഷ്ഠാനം. അപ്പം അതിന് വേണ്ടിയിട്ട് ആ പരമമായയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണോ അവിടെ സംസാര ബന്ധനം പൂർണ്ണമായിട്ട് ധർമാധർമ്മങ്ങളെ ജയിക്കുന്ന വിധത്തിലുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കണം എന്നർത്ഥം. അപ്പോഴാണ് നമുക്ക് അത്ര എളുപ്പമൊന്നുമല്ല, എന്നാലും ഈ ശരീരം കൊണ്ട് സാധിക്കാനുള്ളത് അതാണ്. അത് സാധിച്ചോ, ധർമാധങ്ങളെ ജയിച്ചോ, അപ്പം ശരീരം ഉപേക്ഷിക്കാം. ഉപേക്ഷിച്ചാലോ വീണ്ടും വരാനുള്ള മാർഗമല്ല തെളിയുക, ഭഗവാനിലേക്ക് പരമമായിലേക്ക് എത്തും. അതിനുള്ള അനുഷ്ഠാനം എന്തെന്ന് ഈ അധ്യായത്തിലൂടെ കൃത്യമായിട്ട്, വെറും 24 ശ്ലോകമുള്ളൂ, പക്ഷേ പറയാനും ഒരുപാടുണ്ട്, മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. അതനുസരിച്ചുകൊണ്ട് അനുഷ്ഠിച്ച് നമുക്ക് സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാനുള്ള രഹസ്യത്തെ ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്നു. ഈ ഒരൊറ്റ രഹസ്യമാണ് ഗീതയിലെ ഒറ്റ ശ്ലോകത്തിൽ ഒതുക്കിയത്. സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നമ്മൾ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന പ്രക്രിയകളും ജ്ഞാനവിജ്ഞാനം എല്ലാം സർവധർമാൻ പരിത്യജ മാമേകം, പിന്നെ ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുക. അവിടെ ഭഗവാന്റെ കൃപ ലഭിച്ചാൽ ഇതുവരെ ചെയ്ത കാലങ്ങളിൽ എന്തെങ്കിലും കുറവോ എന്തെങ്കിലും ദുഃഖഹേതുക്കളോ എന്ത് പുണ്യപാപങ്ങളോ ഉണ്ടായാലും വേണ്ട, അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ആ ഒരൊറ്റ ശ്ലോകത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് ഭഗവാനിലേക്കുള്ള പ്രാപ്തിയെ പരമലക്ഷ്യമാക്കിക്കൊണ്ട് അതിനുള്ള അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ മനഃശുദ്ധിക്ക് കാരണമാകുമ്പോൾ ധർമാധർങ്ങൾക്ക് അതീതമായിട്ട് അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പരമമായ ജ്ഞാനം ലഭിക്കും. ആ ജ്ഞാനത്തെ കൂടെ ഉപേക്ഷിക്കുമ്പോൾ ഭഗവാന്റെ കൃപ ലഭിക്കുമ്പോഴാണ് ഭഗവാനിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും ലയിക്കാൻ സാധിക്കുക. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ 12ാമത്തെ അധ്യായം ഭഗവാന്റെ തൃപ്പാദങ്ങളെ സമർപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നായനമാർഗേണ മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യ സുമോത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.